ഇന്ന് ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇന്ന് ബോധി ദിനമാണ്. ശ്രീബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച ദിനമാണ് ബോധി ദിനമായി ആചരിക്കുന്നത്. രാജകീയ ജീവിതത്തിന്റെ ആ ഭ്രമിപ്പിക്കുന്ന ആഡംബരങ്ങളൊക്കെ വിട്ട് സിദ്ധാർത്ഥൻ മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ധ്യാനം ചെയ്ത് മഹായോഗിയായതിന്റെ, ശ്രീബുദ്ധനായി മാറിയതിന്റെ ഓർമ്മ ദിവസമാണ് ഇന്നത്തേത്. അതോടൊപ്പം കേരളത്തിന്റെ നവോത്ഥാന സങ്കല്പങ്ങൾക്ക് തീകൊളുത്തിയ തോപ്പിൽ ഭാസിയുടെ 32ാം ചരമവാർഷികമാണ് ഇന്ന്. കലകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞ ആ മഹാപ്രതിഭയുടെ ഓർമ്മകൾക്ക് മുന്നിൽ റിപ്പോർട്ടറിന്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വാർത്തകളിലേക്ക് വരാം. വാർത്തകളിലേക്ക് വരുമ്പോൾ നമ്മുടെ പത്രങ്ങളൊക്കെ തയ്യാറായി നിൽക്കുന്നുണ്ട്. റിപ്പോർട്ടറൊപ്പം പത്രം വായിച്ച് ഇപ്പോൾ നമ്മൾ പത്രം വായിച്ച് തരണം എന്ന് പല പ്രേക്ഷകരും പറയുന്നുണ്ട്. അതിന് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമ്മുടെ പത്രങ്ങളെല്ലാം വന്ന് ഇവിടെ തയ്യാറായി ഇരിക്കുന്നുണ്ട്. മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, മാധ്യമം, ദ ഹിന്ദു എല്ലാ പത്രങ്ങളും ഇവിടെ തയ്യാറാണ്. അപ്പോൾ നമുക്ക് പത്രങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, പത്രങ്ങളിലേക്ക് വരുമ്പോൾ ഇന്നത്തെ എല്ലാ പത്രത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത ഭാരത സഭയ്ക്ക് അഭിമാനമായി മാറിയ കാര്യം തന്നെയാണ്. അപ്പോൾ ആ അഭിമാന വാർത്ത കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ. ഭാരത സഭയ്ക്ക് അഭിമാന നിമിഷമായിരുന്നു മാർ ജോർജ് കൂവക്കാട് കർദിനാളായി മാറിയ ആ ഒരു നിമിഷം. ഇന്നലെ എല്ലാവരും അത് തത്സമയം കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പരസ്യ പേജുകളൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ഉൾപേജ് അകത്താണ് വരുന്നത്. പത്രമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ വന്നതുപോലെ തന്നെ പരസ്യ കടലാസ് അടക്കം നമ്മുടെ പത്രത്തിലും ഉണ്ട് കേട്ടോ. മാതൃഭൂമിയിൽ തുടങ്ങാം. ഭാരത സഭയ്ക്ക് ആനന്ദ നിമിഷം, അതാണ് മാതൃഭൂമി കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. അഭിഷേക ചടങ്ങിൽ കർദിനാളിന്റെ സ്ഥാനചിഹ്നമായ തലപ്പാവ് അണിയിക്കുന്ന പൗരസ്ത്യ രീതിയിലുള്ള തലപ്പാവാണ്. ചുവപ്പും കറുപ്പും നിറത്തിലുള്ള ആ തലപ്പാവ് അണിയിക്കുന്ന ചിത്രമടക്കം സഭയുടെ രാജകുമാരൻ എന്ന് പറഞ്ഞ് ഉൾപേജിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ മാതൃഭൂമിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ബോബൻ ടി തെക്കേൽ റിപ്പോർട്ട് ചെയ്യുന്നു. ക്രിസ്മസ് മാസത്തിൽ ഭാരത കത്തോലിക്ക വിശ്വാസികളുടെ മനസ്സുകളിൽ നക്ഷത്ര ദീപങ്ങൾ തെളിച്ച് മാർ ജോർജ് ജേക്കബ് കൂവക്കാട് കർദിനാളായി അഭിഷിക്തനായി. സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മാർ കൂവക്കാടിന് സ്ഥാനചിഹ്നങ്ങൾ നൽകി വാഴിച്ചു. 21 പേരാണ് കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത്. ഇന്ത്യൻ സമയം ശനിയാഴ്ച രാത്രി 8:30 ചടങ്ങുകൾ തുടങ്ങി. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടവും സഹകാർമ്മികരായി. മാർ കൂവക്കാടിന്റെ സ്വന്തം രൂപതയിലെ മേൽപ്പട്ടക്കാർ ചടങ്ങിൽ ശുശ്രൂഷ നിർവഹിച്ചത് അപൂർവ നിമിഷമായി. അപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതക്കാർക്കൊക്കെ കുറച്ച് കൂടുതൽ സന്തോഷം വരും. അപ്പോൾ ആ സന്തോഷം ആ അതിരൂപതയ്ക്ക് കീഴിൽ പഠിച്ച ഒരാളെന്ന നിലയിൽ ഞാനും കൂടി പങ്കുവയ്ക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, ഒരുമിച്ച് എളിമയോടെ ഔത്സുക്യത്തോടെ ആനന്ദത്തോടെ യേശുവിന്റെ പാതയിൽ നടക്കുക, സാഹോദര്യ സ്നേഹത്തോടെ എല്ലാവരെയും സ്നേഹിക്കുക, സേവിക്കുക, സുവിശേഷത്തിന്റെ സേവകരാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രധാനമന്ത്രി മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാടിനെ കർദിനാളായി മാർപ്പാപ്പ അഭിഷേകം ചെയ്തത് ഇന്ത്യക്ക് അഭിമാനം എന്നാണ് എക്സിൽ പോസ്റ്റ് ചെയ്തത്. അതും മാതൃഭൂമി കാര്യമായി തന്നെ കൊടുത്തിരിക്കുന്നു. മറ്റ് പത്രങ്ങളിലേക്ക് വന്നാൽ മനോരമ പത്രത്തിലും ഇന്ന് പരസ്യങ്ങളുടെ പെരുമഴയാണ്. ഫ്രണ്ട് പേജ് പരസ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് പേജ്, ശരിക്കുമുള്ള ഫ്രണ്ട് പേജിലേക്ക് വന്നാൽ മാതൃഭൂമി കൊടുത്തിരിക്കുന്നതിൻ്റെ അത്രയും പ്രാധാന്യം ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടില്ല. പക്ഷേ അവരുടെ മാസ്റ്റർ തലക്കെട്ട്, അതായത് പത്രത്തിൻ്റെ തലക്കെട്ട് അടക്കം മാർ ജോർജ് കൂവക്കാടിൻ്റെ ചിത്രം വെച്ചുകൊണ്ടാണ്. തലപ്പാവിൽ പാരമ്പര്യ മുദ്ര എന്ന് പറഞ്ഞുകൊണ്ട് ഉൾപേജിൽ മനോരമ വലിയ കാര്യമായി തന്നെ കൊടുത്തിട്ടുമുണ്ട്. മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം അടുത്ത വർഷമില്ല എന്നുള്ള കാര്യം കൂടി ഒരു ബോക്സ് വാർത്തയായി കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും പ്രകാശപൂർണിമ നിറച്ച് ഇന്നലെ റോമിന് മുകളിൽ സൂര്യപ്രകാശം നിറഞ്ഞു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രാർത്ഥനാ ചൈതന്യം നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഭാരതത്തിന് മുഴുവൻ അഭിമാനമായി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാട് കർദിനാൾ സ്ഥാനമേറ്റു. ഭാരത കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതിച്ചേർക്കപ്പെട്ട നിമിഷം. വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഭാരതത്തിലെ ആദ്യത്തെയാൾ എന്ന് പറഞ്ഞാണ് മനോരമ വാർത്ത നൽകിയിരിക്കുന്നത്. ഉൾപേജിൽ വിശദമായി തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വാർത്തയായി തന്നെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഉൾപേജിലെ വാർത്തകളും ഒക്കെ നമുക്ക് കാണാം. സുറിയാനി പാരമ്പര്യ ശ്ലൈഹിക മുദ്ര, അതോടൊപ്പം തന്നെ ആർച്ച് ബിഷപ്പ് ജേക്കബ് കൂവക്കാടിൻ്റെ കർദിനാൾ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നയിച്ച ഇന്ത്യൻ പ്രതിനിധി സംഘം ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ചപ്പോഴുള്ള ചിത്രവും ഉൾപേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനോരമയുടെ 7ാമത്തെ പേജിലാണ് ചിത്രം കൊടുത്തിരിക്കുന്നത്. അനിൽ ആന്റണി, ടോം വടക്കൻ, സത്നാ സിംഗ് സന്ധു, കൊടിക്കുന്നിൽ സുരേഷ്, രാജീവ് ചന്ദ്രശേഖർ, അനൂപ് ആന്റണി എന്നിവരാണ് ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ ചിത്രം. ഭാരതീയ ചിഹ്നങ്ങൾക്കും സ്ഥാനം. പരിശുദ്ധാത്മാവിന് പ്രതീകമായ പ്രാവ് ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയെ പ്രകാശിപ്പിക്കുന്നതായി മുദ്രയിൽ ചേർത്തിട്ടുണ്ട്. താമരയുടെ ദളങ്ങൾ ഇന്ത്യൻ ദേശീയ പതാകയുടെ മൂവർണ്ണ നിറത്തിലാണ്. താമരപ്പൂവിന്റെ ഇടതുവശത്ത് നീല പശ്ചാത്തലത്തിൽ 8 ഭുജങ്ങളുള്ള നക്ഷത്രം മാർപ്പാപ്പയുടെ സ്ഥാനിക മുദ്രയിൽ നിന്ന് കടം കൊണ്ടതാണ്. അങ്ങനെ ഈ സുറിയാനി പാരമ്പര്യ ശ്ലൈഹിക മുദ്ര പതിപ്പിച്ചിരിക്കുന്നതിനെ കുറിച്ച് മനോരമ ഉൾപേജിലും കാര്യമായി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി മറ്റ് പത്രങ്ങളിലേക്ക് കൂടി ഒന്ന് പെട്ടെന്ന് പോകാം. മാധ്യമത്തിലേക്ക് വരാം. മാധ്യമത്തിലും ഫ്രണ്ട് പേജിൽ
ഞാൻ ഈ പരസ്യം എല്ലായിടത്തുനിന്ന് സൈഡാക്കട്ടെ. നമുക്ക് എന്തിനാ പരസ്യം, നമ്മുടേതായ പരസ്യം കുറേ തരുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ. അപ്പോൾ കേരള സഭയ്ക്ക് അഭിമാനം മാർ ജോർജ് കുവക്കാട് ഇനി കർദിനാൾ എന്ന തലക്കെട്ട് തന്നെയാണ്. വത്തിക്കാൻ സിറ്റി കേരള സഭയ്ക്ക് അഭിമാന നിമിഷം. ചങ്ങനാശ്ശേരി അതിരൂപതാംഗം മാർ ജോർജ് കുവക്കാട് ഇനി കർദിനാൾ. മാർ കുവക്കാട് അടക്കം 21 പേരെ മാർപ്പാപ്പ കർദിനാൾമാരായി ഉയർത്തി എന്നുള്ളത് ഫ്രണ്ട് പേജ് വാർത്തയായി ഉൾപ്പെടുത്തിയിരിക്കുന്നു മാധ്യമവും. ദേശാഭിമാനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദേശാഭിമാനിയിലും ഫ്രണ്ട് പേജിൽ പ്രാധാന്യത്തോടു കൂടി തന്നെ വാർത്ത നൽകിയിരിക്കുന്നു. മാർ ജോർജ് കുവക്കാടിനെ കർദിനാളായി അവരോധിച്ച ചിത്രവും മുഖ്യമന്ത്രിയുടെ ആശംസയും ഫ്രണ്ട് പേജിൽ തന്നെയുണ്ട്. പട്ടക്കാരനായിരിക്കെ തന്നെ കർദിനാൾ സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടു എന്നത് ക്രൈസ്തവർക്കാകെയും സിറോ മലബാർ സഭയ്ക്കും പ്രത്യേകിച്ച് ഏറെ അഭിമാനകരമാണ്. വത്തിക്കാന്റെ ഡിപ്ലോമാറ്റിക് സർവീസിന്റെയും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന്റെയും ഭാഗമായി പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ള അദ്ദേഹത്തിന് പുതിയ നിയോഗത്തിൽ സഭയെയും പൊതുസമൂഹത്തെയും കൂടുതൽ ആഴത്തിൽ സേവിക്കാനാകട്ടെ എന്നതാണ് മുഖ്യമന്ത്രിയുടെ ആശംസ. അപ്പോൾ പ്രധാന വാർത്തയായി ആദ്യ പേജുകളിലും അതുപോലെ തന്നെ ഉൾപേജിലും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറ്റു വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കർദിനാൾ സ്ഥാനമേൽക്കുന്നതിനൊപ്പം തന്നെ തൊട്ടിപ്പുറത്ത് മനോരമയിൽ കിടക്കുന്ന ഒരു വാർത്ത അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ നമുക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. ക്ഷേമത്തിലും പദ്ധതികൾ വെട്ടിത്തുടങ്ങി. സാമ്പത്തിക ഞെരുക്കം മൂലം വികസന പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാൻ നടപടി തുടങ്ങിയ സർക്കാർ ക്ഷേമ പദ്ധതികളിലും കൈവച്ചു. ഭരണാനുമതി ലഭിച്ച പദ്ധതികൾ മാറ്റിവെക്കുകയോ തുക പകുതിയായി കുറയ്ക്കുകയോ ചെയ്യാൻ ഓഗസ്റ്റിൽ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു. വലിയ പദ്ധതികൾ വെട്ടിച്ചുരുക്കി കോടികളുടെ ചെലവ് ലാഭിക്കാം എന്നാണ് കണക്ക് കൂട്ടിയതെങ്കിലും ആദ്യഘട്ടമായി കുറച്ചതെല്ലാം കർഷകരെയും BPL കുടുംബങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന പദ്ധതികളാണ്. ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ ബജറ്റ് വിഹിതം 70.8 കോടിയിൽ നിന്ന് 35.4 കോടിയായി വെട്ടിക്കുറച്ചു. അതായത് ഈ ഉൾനാടൻ ജലഗതാഗതം എന്ന് പറയുമ്പോൾ കുട്ടനാട് പാക്കേജിനടക്കം ഉൾപ്പെടുത്തിയിരിക്കുന്ന തുകയിലാണ് ഈ വെട്ടിക്കുറയ്ക്കൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഓരോന്നിലും എങ്ങനെയാണ് ഈ വെട്ടിക്കുറയ്ക്കൽ വച്ചിരിക്കുന്നത് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഫോൺ വഴി സൗജന്യ ഇന്റർനെറ്റ് നൽകാൻ നീക്കിവെച്ച 16.40 കോടി അത് 5.45 കോടി കുറച്ചു. സർക്കാരിന് നേരിട്ട് വരുമാനം ഉണ്ടാകുന്നില്ല, ആസ്തി രൂപീകരണമില്ല എന്നതാണ് കാരണം. അങ്ങനെ പല പദ്ധതികളെയും അത് ബാധിക്കും എന്നുള്ളതാണ് പ്രധാന വാർത്തയായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് പത്രങ്ങളിലും എല്ലാം ഫ്രണ്ട് പേജുകളിൽ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിപ്പോകാം. മാതൃഭൂമിയിലും മനോരമയിലും ഒരേപോലെയുള്ള വാർത്ത ആരെയാണ് നിങ്ങൾ വിഡ്ഢികളാക്കുന്നത് എന്ന ചോദ്യമാണ്. ഏത് വിഷയത്തിലായിരിക്കുമെന്ന് അറിയാമല്ലോ. എല്ലാ പത്രങ്ങളിലും ഫ്രണ്ട് പേജിലുണ്ട്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി SDRF 677 കോടിയിൽ നിന്ന് എത്ര രൂപ ചെലവാക്കാനാകുമെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഇന്നലെ ഹൈക്കോടതിയിൽ കൊടുത്തില്ല. അതിനാണ് വിമർശനം. തുക സംബന്ധിച്ച് കൃത്യമായ വിവരമില്ലാതെ കേന്ദ്ര ഫണ്ട് ലഭിച്ചില്ല എന്ന പേരിൽ നിയമസഭയിൽ പോലും ചർച്ച നടക്കുകയാണ്. ആരെയാണ് നിങ്ങൾ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്? വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഹർജികളിലാണ് ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസും എന്നിവരുൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് സർക്കാരിനെ വിമർശിച്ചത്. അപ്പോൾ 12-ാം തീയതി, ഇന്നിപ്പോൾ 8-ാം തീയതിയായി, 12-ാം തീയതി കൃത്യമായ വിവരം നൽകണം. 677 കോടി രൂപയിൽ നിന്ന് എത്ര രൂപ ലഭ്യമാണ്? കണക്ക് ലഭിച്ചതിന് ശേഷം കൂടുതൽ തുക ആവശ്യപ്പെടുന്നതിൽ ന്യായീകരണമുണ്ടോ എന്ന് നോക്കാമെന്നും കോടതി പറഞ്ഞു. ചെലവിനത്തിൽ എത്ര രൂപ നൽകാനുണ്ടെന്ന ചോദ്യത്തിന് ആ വിവരം കളക്ടർമാരിൽ നിന്ന് ശേഖരിക്കണം എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഫിനാൻസ് ഓഫീസർ അറിയിച്ചത്. അടിയന്തരമായി 240 കോടി വേണം എന്ന് സംസ്ഥാനം ആവശ്യപ്പെടുന്നു. പക്ഷേ കയ്യിലുള്ള 677 കോടിയിൽ എത്ര ഉപയോഗിക്കാമെന്നതിൽ ഒരു ധാരണയുമില്ല. അതാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഉൾപേജിലും അക്കാര്യത്തിൽ വിശദമായ വാർത്ത നൽകിയിട്ടുണ്ട് മനോരമ. 6-ാമത്തെ പേജിൽ എന്തിനീ അർത്ഥമില്ലാത്ത ചർച്ച. SDRF പണം ചൂരൽമലയിലെ ആവശ്യത്തിന് പര്യാപ്തമാണോ എന്ന കാര്യം വിവാദങ്ങൾ ഉയർത്തുന്നവർ പറയുന്നില്ല. 1032 കുടുംബങ്ങൾക്ക് 10,000 രൂപ വീതം ഓഗസ്റ്റിൽ തന്നെ സർക്കാർ നൽകി. എന്നാൽ ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് SDRF ഫണ്ട് മാത്രം മതിയാകില്ല. മാറ്റിപ്പാർപ്പിച്ചവരുടെ വാടക ഫണ്ടിൽ നിന്ന് നൽകാൻ കഴിയില്ല. ചൂരൽമലയ്ക്ക് പ്രത്യേക പാക്കേജ് വേണം. കാര്യങ്ങൾ വ്യക്തമായി കോടതിയെ ബോധ്യപ്പെടുത്തും. മന്ത്രി K രാജൻ അങ്ങനെയാണ് അതിന് മറുപടി പറയുന്നത്. അതും മനോരമ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മറ്റു പത്രങ്ങളിലും പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പേജ് വാർത്തയാണ്. കണക്കില്ല, കണക്കിന് കിട്ടി എന്നതാണ് മാതൃഭൂമിയുടെ തലക്കെട്ട്. കൊള്ളാം കേട്ടോ. 677 കോടി വിനിയോഗത്തിൽ ഉത്തരമില്ലാതെ സംസ്ഥാന സർക്കാർ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി. കേന്ദ്രവും കേരളവും ആരോപണം ഉന്നയിക്കുന്നത് നിർത്തണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ഥലം വാങ്ങാൻ ഉപയോഗിക്കാൻ കഴിയില്ല. അമിക്കസ് ക്യൂറി കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 2219 കോടിയുടെ അപേക്ഷയാണ് കേന്ദ്രത്തിന് മുന്നിലുള്ളത്. അതിൽ കേന്ദ്രം വീണ്ടും ആ തീയതി കൃത്യമായി പറയുന്നു. നവംബർ 13 സംസ്ഥാനം നൽകിയ അപേക്ഷ പരിഗണനയിലാണ് എന്നതാണ് ആശിഷ് വി ഗവായിയുടെ പ്രതികരണം. സീനിയർ പാനൽ കൗൺസിൽ TC കൃഷ്ണയാണിത് ഫയൽ ചെയ്തത്. സാധാരണ ദുരന്തങ്ങളിൽ SDRF-ൽ നിന്നാണ് തുക ചെലവഴിക്കേണ്ടത്. വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് തുക അനുവദിക്കും. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വ്യവസ്ഥയില്ല എന്നതാണ് കേന്ദ്രം കൊടുത്തിരിക്കുന്ന മറുപടി. അതും മാതൃഭൂമി പ്രാധാന്യത്തോടു കൂടി തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാധ്യമം എങ്ങനെയാണ് ഈ വാർത്ത ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്നതുകൂടി നോക്കാം. ദേശാഭിമാനിയിൽ ഫ്രണ്ട് പേജ് വാർത്തയായി അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഉൾപേജുകളിൽ ഒരുപക്ഷെ ഉണ്ടാകും. മാധ്യമത്തിലേക്ക് കൂടി നമുക്ക് പോകാം. വയനാട് ദുരന്ത ബാധിതരെ അപമാനിക്കരുത് എന്നതാണ് മാധ്യമത്തിന്റെ തലക്കെട്ട്. കോടതി ബഹളം വയ്ക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി.
എന്ന ഉപതലക്കെട്ടുമുണ്ട്. അധിക സഹായ അപേക്ഷ പരിഗണനയിലാണെന്ന് കേന്ദ്രം അറിയിച്ചതും പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറുകയാണ്. ഇന്നലെ കോടതിയിൽ നടന്ന തർക്കങ്ങൾ ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇനി നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ പാത്രിയാർക്കീസ് ബാവയ്ക്ക് ഊഷ്മള സ്വീകരണം നൽകി. ശ്രേഷ്ഠ ബാവയുടെ കബറിങ്കൽ ധൂപ പ്രാർത്ഥന. കേരള സന്ദർശനത്തിലെത്തിയ ആഗോള സുറിയാനി ഓർത്തഡോക്സ് സഭാ മേലധ്യക്ഷൻ ഇഗ്നാത്തിയോസ് സപ്രേം രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവയ്ക്ക് ഊഷ്മള സ്വീകരണം നൽകിയ വാർത്ത മാധ്യമം പ്രാധാന്യത്തോടുകൂടി തന്നെ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വികാരാധീനനായി പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ പുത്തൻകുരിശിലെത്തിയ ബാവയുടെ ചിത്രമടക്കം കൊടുത്തിട്ടുണ്ട്. ചെറുപുഞ്ചിരിയുടെ വിശ്വാസികൾക്ക് അനുഗ്രഹം നൽകിയാണ് ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഇഗ്നാത്തിയോസ് സപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ പുത്തൻകുരിശ് പാത്രിയർക്ക സെന്ററിലെ സെയിന്റ് അത്തനേഷ്യസ് കത്തീഡ്രലിലേക്ക് പ്രവേശിച്ചത്. കത്തീഡ്രലിലെ ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ കബറിടത്തിലേക്ക് എത്തിയതോടെ ബാവ വികാരാധീനനായി പ്രാർത്ഥനാ നിരതനായി നിന്നു. ശ്രേഷ്ഠ ബസേലിയൂസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ 40ാം ചരമദിന ചടങ്ങിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹത്തിന് നൽകിയ സ്വീകരണമടക്കം പ്രാധാന്യത്തോടു കൂടി തന്നെ പത്രങ്ങൾ വാർത്തയാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഫ്രണ്ട് പേജ് വാർത്തയായി മാറുന്നതും അതുതന്നെയാണ്. നമുക്ക് മാതൃഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വിവാദങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് മറ്റു വാർത്തകൾ എന്തൊക്കെയുണ്ടെന്നൊന്ന് നോക്കാമെന്ന് തോന്നുന്നു. അതിൽ രസമുള്ളൊരു വാർത്ത മാതൃഭൂമിയിലുണ്ട്. പട്ടമില്ലേ നമ്മൾ പറപ്പിക്കുന്നത് പട്ടം 6 വിമാനങ്ങളുടെ വഴിമുടക്കി. തിരുവനന്തപുരത്താണ് വിമാനപാതയിൽ പറന്ന പട്ടം കാരണം വഴിമുടങ്ങിയത് 6 വിമാനങ്ങൾക്ക്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേക്ക് 200 അടിയോളം മുകളിലായി പറന്ന പട്ടം വൈകിട്ട് 2 മണിക്കൂറോളം വ്യോമഗതാഗതം അലങ്കോലമാക്കി. വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട 4 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. പുറപ്പെടാനൊരുങ്ങിയ 2 വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിയിട്ടു. ഇറങ്ങാനെത്തിയ വിമാനങ്ങൾക്ക് ചുറ്റിക്കറങ്ങാനുള്ള നിർദ്ദേശം നൽകി. വെള്ളം ചീറ്റിയും പക്ഷികളെ ഓടിക്കുന്ന റോക്കറ്റുകൾ പ്രയോഗിച്ചും പട്ടം താഴെ ഇറക്കാൻ നടത്തിയ ശ്രമം പാഴായി. ഒടുവിൽ വൈകിട്ട് 6:20 പട്ടം തന്നെ റൺവേയിൽ ഇറങ്ങി. അങ്ങനെ റൺവേയിൽ ലാൻഡ് ചെയ്ത് ആ പട്ടം പറത്തിയത് ആരാണോ എന്തോ. അതെന്തായാലും ഈ വാർത്തയിലില്ല. അതൊരു രസമുള്ള വാർത്തയായി മാതൃഭൂമി ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾക്കൊപ്പം തന്നെ രസകരമായ ഒരു വാർത്ത കൂടി നമ്മൾ കാണുന്നു. അതോടൊപ്പം എം മണിയുടെ ചിത്രമാണ്. അതായത് കഴിഞ്ഞ ദിവസത്തെ ഡയലോഗാണ് കാകദൃഷ്ടിയിൽ അടിച്ചാൽ തിരിച്ചടിക്കണം, പ്രസംഗിച്ച് നടന്നാൽ പ്രസ്ഥാനം കാണില്ല എന്നാണ് എം മണി പറയുന്നത്. അപ്പോൾ അതടക്കമുള്ള വാർത്തകൾ വരുന്നു. നമ്മുടേതായ സ്വന്തം വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നതേ ഉള്ളൂ. പത്രവാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ദേശാഭിമാനി ഞാൻ കുറച്ചേ വായിച്ചുള്ളൂ എന്നൊക്കെ ചില പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട്. ദേശാഭിമാനി വായിക്കട്ടെ. ദേശാഭിമാനിയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത ഗ്രാമങ്ങളും ഇനി സ്മാർട്ട്. അതാണ് കെ സ്മാർട്ട് പഞ്ചായത്തുകളിലേക്കും ഉദ്ഘാടനം ജനുവരി 1 പുതുതായി 5 സേവനം കൂടി. വിവിധ സർട്ടിഫിക്കറ്റുകൾക്കും മറ്റ് സേവനങ്ങൾക്കുമായി ഇനി ഗ്രാമങ്ങളിലുള്ളവർക്ക് സർക്കാർ ഓഫീസ് കയറി ഇറങ്ങേണ്ട. വീട്ടിലിരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ മുഴുവൻ സേവനങ്ങളും വിരൽത്തുമ്പിൽ ലഭ്യമാക്കാനുള്ള പദ്ധതി പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുന്നു. കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും നടപ്പാക്കിയ LDF സർക്കാരിന്റെ അഭിമാന പദ്ധതി കെ സ്മാർട്ട് 2025 ജനുവരി 1 മുതൽ ത്രിതല പഞ്ചായത്തുകളിലേക്ക് എത്തുന്നു. അതായത് ഏപ്രിൽ 1 ആകുമ്പോഴേക്കും സംസ്ഥാനത്തെ മുഴുവൻ സ്ഥാപനങ്ങളിലേക്കും നടപ്പാകുന്നു കെ സ്മാർട്ട്. അതായത് നമ്മുടെ ഗ്രാമങ്ങളും സ്മാർട്ടാകുന്നു എന്നതാണ്. അതിൽ എന്തൊക്കെയാണ് പുതിയ സേവനങ്ങൾ എന്നുള്ളത് കൂടി പ്രേക്ഷകർക്ക് പറഞ്ഞുതരാം. തൊഴിൽ നികുതി, അതുപോലെ തന്നെ പാരാമെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപന രജിസ്ട്രേഷൻ, വാടക, ലീസ് തുകകളൊക്കെ അടയ്ക്കാം. വളർത്തുമൃഗങ്ങളുടെ ലൈസൻസ്, പെൻഷൻ വിവരങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ, അതായത് വിവിധ സോഫ്റ്റ്വെയറുകളിലേക്ക് പോകാതെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഈ സേവനങ്ങളൊക്കെ ലഭ്യമാക്കുക എന്നതാണ് ഈ ഗ്രാമങ്ങളും ഇനി സ്മാർട്ട് എന്ന തലക്കെട്ടിൽ പ്രധാന വാർത്തയായി കൊടുത്തിരിക്കുന്ന ബിജോ ടോമിയുടെ റിപ്പോർട്ടാണ്. കുറേ ആളുകൾ ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ട്. ജസീറ പറയുന്നു, നല്ല ഒരു പ്രഭാതത്തിൽ സുജയെ കാണാൻ കഴിഞ്ഞ സന്തോഷം. രാവിലെ മലപ്പുറം ഗവൺമെൻറ് ക്യാമ്പസിലൂടെയുള്ള പ്രഭാത സവരിയും കൂടെ മോർണിംഗ് വിത്ത് റിപ്പോർട്ടർ കൂടിയാകുമ്പോഴുള്ള വൈബ് വേറെ തന്നെയെന്ന് മുരളി പറഞ്ഞു. താങ്ക് യു. ഗ്രാമങ്ങൾ സ്മാർട്ട് ആകുന്നതിനെ പറ്റി മണികണ്ഠൻ ഒരു സംശയം ചോദിക്കുന്നുണ്ട്. കെ സ്മാർട്ട് നഗരസഭകളിൽ നടപ്പിലാക്കിയപ്പോൾ സോഫ്റ്റ്വെയർ മാറിയതിൽ പഴയ ഡാറ്റാസ് ലഭിക്കുന്നില്ല. എന്ത് ചെയ്യും? നമുക്കൊന്ന് അന്വേഷിക്കണമല്ലോ. എനിക്കും അറിയില്ല എന്ത് ചെയ്യുമെന്ന്. നടപടിയെടുക്കേണ്ട വകുപ്പിന് കേസെടുക്കാൻ താല്പര്യമില്ല എന്ന് ജസീറ നമ്മുടെ വാർത്തയെക്കുറിച്ച് പറയുന്നുണ്ട്. ഹാവ് എ നൈസ് ഡേ എന്ന് വിനു പറയുന്നു. ഞാൻ സന്ദേശങ്ങളിലേക്ക് മടങ്ങി വരാം. നമുക്ക് പത്രങ്ങളിലെ മറ്റു വാർത്തകൾ കൂടി ഒന്ന് പെട്ടെന്ന് നോക്കാം. KSRTCയിലും സോളാർ വെളിച്ചം എന്നുള്ളൊരു റിപ്പോർട്ടാണ് ദേശാഭിമാനിയിൽ ഉള്ളത്. സോളാർ പാനൽ സ്ഥാപിച്ച് വൈദ്യുതി കണ്ടെത്താൻ KSRTC 43 ഡിപ്പോയിൽ പാനൽ സ്ഥാപിക്കും. MLA ഫണ്ടും മറ്റു ഫണ്ടുകളും ഇതിനായി തേടും. തിരുവനന്തപുരം ആനയേറിലെ സ്വിഫ്റ്റ് ആസ്ഥാനത്ത് പദ്ധതി വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട്. 850 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടങ്ങൾ, ആ ഡിപ്പോകളിലായിരിക്കും ഈ സോളാർ പാനൽ സ്ഥാപിക്കുക. 850 അടി എന്നൊക്കെ പറയുമ്പോഴേക്കും അത് കിഴക്കേക്കോട്ടയിലെ ചീഫ് ഓഫീസിൽ വരും, സിറ്റി ഡിപ്പോയിൽ വരും, കാട്ടാക്കട ഡിപ്പോയിൽ വരും. അവിടെയൊക്കെ സോളാർ പാനൽ സ്ഥാപിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുമുണ്ട്. നല്ല പദ്ധതിയാണ്, കൈയടിക്കേണ്ട പദ്ധതിയാണ്. ഇവിടെയും സോളാർ അടൂർ, ആലുവ, ആര്യങ്കാവ്, ചങ്ങനാശ്ശേരി, ചാത്തന്നൂർ, ചേർത്തല തുടങ്ങി ഏതൊക്കെ ഡിപ്പോകളിലാണ് സോളാർ പാനൽ സ്ഥാപിക്കുക എന്നത്
പറയുന്നുണ്ട്. വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ 1.5 മാസം മുൻപ് KSRTCക്ക് മന്ത്രി KB ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ ഈ പാനൽ കൂടി സ്ഥാപിക്കുന്നതോടെ കുറച്ചുകൂടി മെച്ചപ്പെടും കാര്യങ്ങൾ കുറച്ചുകൂടി ഉഷാറാകട്ടെ. അങ്ങനെ ഒരു വെളിച്ചം വീശുന്ന ഒരു വാർത്തയാണ് നമ്മൾ കണ്ടത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, വെളിച്ചത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആ പേജുകൾ അത് കിട്ടാനായി നമ്മുടെ റോഷിപാൽ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കോടതിയും കമ്മീഷനും പറഞ്ഞാൽ പുറത്തുവിടും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല, ഫെബ്രുവരിയോടെ കമ്മിറ്റി നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കും, റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാരിന് ഭയമില്ല. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്ന കേസുകളിൽ നോഡൽ ഓഫീസർ കോസ്റ്റൽ സെക്യൂരിറ്റി AIG G പൂങ്കുഴലിയാണ്. ഭീഷണി നേരിടേണ്ടി വരുന്നവർക്ക് AIGയെ സമീപിക്കാം, ഉചിതമായ നടപടിയെടുക്കാൻ നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന വാർത്ത കൂടി ഉപവാർത്തയായി കൊടുത്തിരിക്കുന്നു. നമ്മൾ ദ ഹിന്ദുവിലേക്ക് പോയില്ല. ദ ഹിന്ദു പത്രത്തിലും ഫ്രണ്ട് പേജിൽ പരസ്യമാണ്. അപ്പോൾ ഇന്ന് 3 പത്രങ്ങളുടെ ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് ഒരു വലിയ പരസ്യമാണ്. ആ പരസ്യം ഞാൻ എന്താണെന്ന് പറയുന്നില്ല, വീണ്ടും അവർക്കൊരു പരസ്യമായി അത് മാറുമല്ലോ. പ്രധാനപ്പെട്ട വാർത്തയായി ദ ഹിന്ദു കൊടുക്കുന്നത് സ്പെഷ്യൽ സുപ്രീം കോടതി ബെഞ്ച് വിൽ ഹിയർ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് കേസ്. അതായത് ഇപ്പോൾ നിലവിൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന സംഭലടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സഞ്ജീവ് ഖന്ന ഹാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് എ സ്പെഷ്യൽ ബെഞ്ച് ടു ഹിയർ പെറ്റീഷൻസ് ചലഞ്ചിങ് ദ വാലിഡിറ്റി ഓഫ് ദ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ഓഫ് 1991, a statute that has protected the identity and character of religious sites as they existed on August 15, 1947. പ്രത്യേക സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. അതായത് ഒരു പ്രത്യേക ബെഞ്ച് വരികയാണ്. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അനുസരിച്ചുകൊണ്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം സംഭലിലേത് നമ്മൾ കാണുന്നു. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നേരത്തെ മറ്റൊരു ആരാധനാലയമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള തർക്കങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ അതിനായി ഒരു പ്രത്യേക ബെഞ്ച് തന്നെ വരികയാണ്. പുതിയ ബെഞ്ചിൻ്റെ മുന്നിലായിരിക്കും ഈ ഒരു കോസ്റ്റ് ലിസ്റ്റ് വരിക. ശനിയാഴ്ച ഈ ഒരു കോസ്റ്റ് ലിസ്റ്റ് വന്നിട്ടുമുണ്ട്. ദ 3 judge bench will headed by ചീഫ് ജസ്റ്റിസ് ഖന്ന and also include justices സഞ്ജയ് കുമാർ ആൻഡ് KV വിശ്വനാഥൻ. ഫസ്റ്റ് ഹിയറിംഗ് എന്ന് പറയുന്നത് ഡിസംബർ 12-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3:30-ക്കാണ്. അപ്പോൾ ഈ മുസ്ലിം ഓർഗനൈസേഷൻസ് ജമാഅത്ത് ഉലമ ഐഹിന്ദ് അവരൊക്കെ ഇതിനെ കൗണ്ടർ ചെയ്തിട്ടുണ്ട്. എന്തായാലും പല കേസുകളിലും വിശദമായ വാദം സുപ്രീം കോടതിയിൽ നടക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. അതിനായി ഒരു പ്രത്യേക ബെഞ്ച് തന്നെ വരുന്നു എന്നുള്ളതാണ്. ഇതിൽ ഇനി മറ്റു വാർത്തകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ മറ്റു വാർത്തകൾ, അതായത് ഉൾപേജുകളിൽ പേജ് 7 ഉൾപ്പെടുത്തിയിരിക്കുന്ന വാർത്ത കൊച്ചിയിൽ നിന്നുള്ള വാർത്തയാണ്. അത് ദ വർക്കിംഗ് കമ്മിറ്റി ഓഫ് ദ ജാക്കബൈറ്റ് Syrian Christian Church has called for a peaceful and just settlement of the more than a century-old dispute within the മലങ്കര ചർച്ച. സഭയ്ക്കുള്ളിലെ തർക്കം പരിഹരിക്കുന്നതിന് കുറച്ചുകൂടി സമാധാനത്തോടുകൂടി കാര്യങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബായ സഭ ഒരു സമവായത്തിന് സമ്മതിക്കുന്നു. ഒരു പീസ്ഫുൾ സൊല്യൂഷൻ വേണം ഈ വിവാദത്തിന് എന്നതാണ് യാക്കോബായ സഭ ആവശ്യപ്പെടുന്നത്. അതും പ്രാധാന്യത്തോടു കൂടി തന്നെ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് കായിക വാർത്തകളിലേക്ക് പോയില്ല എങ്കിൽ നമ്മുടെ കായിക പ്രേമികൾക്ക് വിഷമാവില്ലേ. നമുക്ക് ഞാൻ കായിക വാർത്ത കൂടുതലും വായിക്കാറുള്ളത് മാതൃഭൂമിയിലാണ്. അപ്പോൾ മാതൃഭൂമി പത്രത്തിലെ കായിക പേജിലേക്ക് ഒന്ന് പോട്ടെ. കായിക പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ കായിക പേജ് എടുത്തില്ലേ, ഞാൻ എവിടെ പോയി? മാതൃഭൂമിയിലെ കായിക വാർത്ത എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് തലക്കെട്ട് തന്നെ കിടക്കുന്ന ഹെഡ് ഇഞ്ചുറി എന്നുള്ളതാണ്. എന്താ നോക്കട്ടെ. ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യുമ്പോൾ ട്രാവിസ് ഹെഡായിരുന്നു ഇന്ത്യക്ക് തലവേദന. ആ ഹെഡാണ്. ഓക്കെ. സെഞ്ചുറിയോടെ ഹെഡ് ബാറ്റ് ഉയർത്തിയപ്പോൾ ഓസീസ് തലയുയർത്തി. ആദ്യ ഇന്നിംഗ്സിലെ കടം വീട്ടാൻ 2ാം വട്ടം ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യക്ക് മുൻനിര ബാറ്റർമാരുടെ മോശം പ്രകടനം തലവേദനയായി. പിങ്കിൽ പതറി ബാറ്റർമാർ. പിങ്ക് പന്തുമായി വിറപ്പിച്ചു. മിച്ചൽ സ്റ്റാർക്കും പാറ്റ് കമിൻസും സ്കോട്ട് ബോളണ്ടും ഇന്ത്യൻ മുൻനിരയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയി. ഓസ്ട്രേലിയക്കെതിരായ 2ാം ടെസ്റ്റിൽ ഇന്ത്യ പതറുന്ന വാർത്ത പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു. സമനില നേടിയതിന് അവരിട്ടിരിക്കുന്ന തലക്കെട്ട് വിരസനില. ഈ തലക്കെട്ടാണ് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ കായിക വാർത്തകൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം വാർത്തകളിലേക്ക് പോകണം. കുറേ സന്ദേശങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ വേൾഡ് ചെസ് എന്താണ് കവർ ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഒരു പ്രേക്ഷകൻ. മാത്യു ജോൺ ആണ് ചോദിക്കുന്നത്, വേൾഡ് ചെസ് എന്താണ് നിങ്ങൾ പരിഗണിക്കാത്തത് എന്നുള്ളത്. മത്സരത്തിന് ശേഷം കൈ കൊടുക്കുന്ന സമനില എന്ന് ഞാൻ പറഞ്ഞത് ആ ഒരു മത്സരത്തെക്കുറിച്ച് തന്നെയാണ്.